ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ ധ്യാന യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മെ സംരക്ഷിച്ചും പരിപാലിച്ചും പുതിയൊരു ദിവസത്തിലേക്ക് നയിച്ച ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം അവിടുത്തെ കരുണയുടെ മറ്റൊരു സമ്മാനമാണ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആശങ്കകളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജീവദായകമായ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹവാനും കരുണ നിറഞ്ഞവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. അങ്ങയുടെ സ്നേഹവും കരുതലും കൂടുതൽ കൂടുതൽ ആഴങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ ഹൃദയങ്ങളിൽ സ്ഥാനം ലഭിച്ച മക്കളായി വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളരുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ്. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ 2 അറ്റത്തും വട്ടക്കണ്ണി വയ്ക്കണം. പൊന്നുകൊണ്ട് മുറിച്ചു കൊത്തുപണിയായ സരപ്പളി 2ഉം പതക്കത്തിൻ്റെ അറ്റങ്ങളിലുള്ള വട്ടക്കണ്ണി 2ലും കൊളുത്തണം. മുറിച്ച കൊത്തുപണിയായ 2 സരപ്പളിയുടെ മറ്റേ അറ്റം 2ഉം 2 തടങ്ങളിൽ കൊളുത്തി ഏഫോദിൻ്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിൻ്റെ മുൻഭാഗത്ത് വയ്ക്കണം. പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിൻ്റെ കീഴറ്റത്തിനു നേരെ അതിൻ്റെ വിളുമ്പിൽ അകത്തായി വയ്ക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽഖണ്ഡത്തിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിൻ്റെ നടുക്കെട്ടിനു മേലായി വയ്ക്കണം. പതക്കം ഏഫോദിൻ്റെ നടുക്കെട്ടിനു മേലായിരിക്കേണ്ടതിനും ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിൻ്റെ വട്ടക്കണ്ണികളാൽ ഏഫോദിൻ്റെ വട്ടക്കണ്ണികളോട് നീല നാട കൊണ്ട് കെട്ടണം. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേര് എപ്പോഴും യഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായി തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്തും ഊറീമും തുമ്മീമും, അതായത് വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുൻപാകെ തൻ്റെ ഹൃദയത്തിന്മേൽ വയ്ക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗം മഹാപുരോഹിതൻ്റെ വിധി നിർണയ കവചത്തെക്കുറിച്ചാണ് കൂടുതൽ വിശദമായി വിവരിക്കുന്നത്. ആ കവചത്തിൽ പതിച്ചിരിക്കുന്ന 12 രത്നങ്ങളിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു. മഹാപുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പേരുകൾ തൻ്റെ ഹൃദയത്തിന്മേൽ ഇരിക്കേണ്ടതാകുന്നു. ഇത് ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ദൈവം തൻ്റെ ജനങ്ങളെ ഓർക്കുക മാത്രമല്ല, തൻ്റെ ഹൃദയത്തിൽ വഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ ആരും മനസ്സിലാക്കുന്നില്ലെന്നും നമ്മെ ആരും ഓർക്കുന്നില്ലെന്നും ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇന്നത്തെ ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവഹൃദയത്തിൽ സ്ഥാനം നേടിയവരാണെന്നാണ്. ഊറീമും തുമ്മീമും, അതായത് വെളിപ്പാടും സത്യവും, അത് വിധി നിർണയ കവചത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി ഈ തിരുവചന ഭാഗം പറയുന്നു. അത് ദൈവഹിതം തിരിച്ചറിയുന്നതിൻ്റെയും ദൈവിക മാർഗനിർദ്ദേശത്തിൻ്റെയും പ്രതീകമാണ്. ഇന്നും
ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അതിനാൽ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ സത്യം വിശ്വസിക്കാം. ഞാൻ ദൈവഹൃദയത്തിൽ വഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിനുള്ള വഴി എൻ്റെ ദൈവത്തിന് അറിയാം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ ജീവിതം മുൻപോട്ട് നയിക്കാം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയവരാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങളിലും തീരുമാനങ്ങളുടെ വഴിത്തിരിവുകളിലും അങ്ങയുടെ മാർഗനിർദ്ദേശം തേടുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങളുടെ ഭാവിയെയും തമ്പുരാനെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അങ്ങയുടെ സമാധാനവും പ്രത്യാശയും അനുഗ്രഹവും ഞങ്ങളിൽ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.